ഹായ് ഓൾ. അപ്പോൾ നമ്മുടെ NHPC 2022 കാലഘട്ടത്തിന് ശേഷം 23 കാലഘട്ടത്തിന് ശേഷം വീണ്ടും 2025 വീണ്ടും ഒരു നോട്ടിഫിക്കേഷനുമായിട്ട് വന്നിട്ടുണ്ട്. റിക്രൂട്ട്മെന്റ് ടു ദി പോസ്റ്റ് ഓഫ് നോൺ എക്സിക്യൂട്ടീവ്സ് ഇൻ NHPC. അപ്പം ഇതിൽ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസും അതേപോലെ എപ്പോഴായിരുന്നു എക്സാം കണ്ടക്ട് ചെയ്തതെന്നും കഴിഞ്ഞ പ്രാവശ്യം കട്ട് ഓഫ് എത്രയായിരുന്നു, ക്വസ്റ്റ്യൻ പേപ്പർ എന്തൊക്കെയായിരുന്നു, എല്ലാവരും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ഇനി വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇതിൽ ഏറ്റവും ജൂനിയർ എഞ്ചിനീയർ എന്ന പോസ്റ്റിലേക്ക് സിവിൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ്, ഓക്കെ, അത്രയും പേർക്കാണ് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും അധികം സിവിൽ ആണെങ്കിൽ 109 വേക്കൻസീസ് ആണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിപ്ലോമ ഹോൾഡേഴ്സിന് വേണ്ടി മാത്രമേ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവുള്ളൂ. ഡിപ്ലോമ 60% മാർക്ക് അവിടെ വേണം. SC ST PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 50% മാർക്ക് അവിടെ മതി. ബിടെക് എന്താ, നിങ്ങൾ ബിടെക് ഹോൾഡേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ എലിജിബിൾ അല്ല. ഓക്കെ, ബിടെക് ഹോൾഡേഴ്സ് എലിജിബിൾ അല്ല. നിങ്ങൾ ഡിപ്ലോമ പ്ലസ് ബിടെക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എലിജിബിൾ ആണ്. എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിപ്ലോമ തന്നെയാണ്. അതുകൊണ്ട് ഹയർ ക്വാളിഫിക്കേഷൻസ് ഒന്നും എലിജിബിൾ അല്ല. ഇനിയിപ്പോൾ ഇലക്ട്രിക്കൽ ആണെന്നുണ്ടെങ്കിൽ 46 വേക്കൻസിയാണ് ഉള്ളത്. സ്കെയിൽ ഓഫ് പേ 29,600 തൊട്ട് 1,19,500 വരെയാണ് സ്കെയിൽ ഓഫ് പേ വന്നിട്ടുള്ളത്. പിന്നെ മെക്കാനിക്കലിന്റെ കേസിലാണെങ്കിൽ ടോട്ടൽ 49 വേക്കൻസിയാണ്. 30 വയസ്സാണ് ഏജ് ലിമിറ്റ് ഉള്ളത്. ഈ മെക്കാനിക്കലിന്റെ കേസിൽ മെക്കാനിക്കൽ, പ്രൊഡക്ഷൻ, ഓട്ടോമേഷൻ, എഞ്ചിനീയറിംഗ് എല്ലാവരും എന്ത് അപ്ലിക്കബിൾ ആണ്. അവർക്കൊക്കെ എന്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് പവർ, പവർ ഇലക്ട്രോണിക്സ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ കൺട്രോൾ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. 17 വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, മെയിൻ ആയിട്ട് അത്രയും പോസ്റ്റുകളിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. ഇനിയിപ്പം ഇമ്പോർട്ടന്റ് ഡേറ്റ്സും അതേപോലെ അപ്ലിക്കേഷൻ ഫീ എന്ന് പറഞ്ഞാൽ 600 പ്ലസ് GST, അപ്പം 708 രൂപയാണ് അവിടെ അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് NHPC India.com കയറിയിട്ട് കരിയർ സെക്ഷനിൽ കയറി കഴിഞ്ഞാൽ സെപ്റ്റംബർ 2 തൊട്ട് നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അപ്പൊ സെലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. റിട്ടേൺ ടെസ്റ്റ് ഉണ്ടാവാൻ സാധ്യത വളരെ വളരെ കുറവാണ്. അപ്പൊ ആ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന്റെ സിലബസും കാര്യങ്ങളൊക്കെ പറയാം. അപ്പൊ ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നുണ്ടാവും. എന്നിട്ട് അവിടെ എന്താ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ടാവും. ഡോക്യുമെന്റ്സ് ഒക്കെ വെരിഫൈ ചെയ്തിട്ട് നിങ്ങൾ എന്താ ഫിറ്റ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ എന്താ അവരോട് സെലക്ട് ചെയ്യും. വേറെ ഇന്റർവ്യൂ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഓക്കെ, പിന്നെ ഇത് മിനിമം പെർസെന്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യേണ്ട, നിങ്ങൾ ഇതിന്റെ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഓൺ സക്സസ്ഫുൾ കംപ്ലീഷൻ ഓഫ് DV, ദ ഫൈനൽ സെലക്ടഡ് കാൻഡിഡേറ്റ്സ് വിൽ ബി പ്രൊവിഷണൽ ഓഫർ ഓഫ് അപ്പോയിന്റ്മെന്റ്. ഓക്കെ, അപ്പോൾ DV ഉണ്ടാവുക നമ്മളെ കോർപ്പറേറ്റ് ഓഫീസായ ഫരീദാബാദിൽ വെച്ചിട്ടായിരിക്കും DV ഉണ്ടാവുക. ടെസ്റ്റ് സെന്റേഴ്സ് പറയുകയാണെങ്കിൽ കേരളത്തിൽ എവിടെയും പറയുന്നില്ല. ബംഗളൂരുവിലും പിന്നെ ചെന്നൈയിലുമാണ് നിയർ ബൈ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനിയിപ്പോ നമ്മുടെ എക്സാം പാറ്റേണിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോർ JEE സിവിൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ് ആണെങ്കിൽ 140 ക്വസ്റ്റ്യൻസ് നമ്മൾ കൺസേൺ ഡിസിപ്ലിനെ ബേസ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. പിന്നെ എന്താ 30 ക്വസ്റ്റ്യൻസ് ജനറൽ അവയർനെസിനെ ബേസ് ചെയ്തിട്ടും 30 ക്വസ്റ്റ്യൻസിന്റെ റീസണിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ എക്സാം പാറ്റേൺ ഉണ്ടാവുക. അപ്പോ ഒരു ക്വസ്റ്റ്യൻ ഒരു മാർക്കാണ് കറക്റ്റ് ആൻസേഴ്സിന്. നെഗറ്റീവ് മാർക്കിംഗ് എന്ന് പറഞ്ഞാൽ 1/4 മാർക്കിംഗ് ആണ് നെഗറ്റീവ് മാർക്കിംഗ് ആയിട്ട് ഉണ്ടാവുക. ഓക്കെ, പിന്നെ എന്താ നിങ്ങൾക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുന്നത് സെലക്ടഡ് കാൻഡിഡേറ്റ് ഷുഡ് ബി മെഡിക്കലി ഫിറ്റ് ആസ് പെർ ദ എക്സ്റ്റൻഡ് ഗൈഡ് ലൈൻസ് ഓഫ് NHPC ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എവിടെ വേണമെങ്കിലും പോസ്റ്റ് ചെയ്യാനുള്ള അധികാരം NHPCക്ക് ഉണ്ട്. വേണമെങ്കിൽ അബ്രോഡ് വരെ പോസ്റ്റ് ചെയ്യാം. അബ്രോഡ് വരെ എന്തെങ്കിലും പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് അബ്രോഡ് വരെ എന്താ പോസ്റ്റ് ചെയ്യാനുള്ള ഇതുണ്ട്. ഡേറ്റ് ഓഫ് ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ 2 നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഒക്ടോബർ 1 ലാസ്റ്റ് ഡേറ്റ് വന്നിട്ടുള്ളത്, വൈകുന്നേരം 5 മണി വരെ മാത്രം. അപ്പോ നിങ്ങൾ ആ സൈറ്റ് ഓൺലൈനായിട്ട് 2 ഓപ്പൺ ആവുന്നുണ്ടാവും. അന്ന് അല്ലെങ്കിൽ പിറ്റേ ദിവസം തൊട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക. പിന്നെ സൈറ്റ് ഹാങ് ആവാനുള്ള സാധ്യതയുണ്ട്. ഇനിയിപ്പോ കഴിഞ്ഞ പ്രാവശ്യത്തെ നോട്ടിഫിക്കേഷൻ ബേസ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ആ, ജൂൺ 2023 നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ഓക്കെ, പക്ഷെ എക്സാം എപ്പോഴാണ് ഉണ്ടായിരുന്നത്? ജൂലൈ ലാസ്റ്റ് എക്സാം ഉണ്ടായി. ഓക്കെ, അപ്പൊ അതിൽ ആ സമയത്ത് കുറച്ചധികം വേക്കൻസീസ് ഉണ്ടായിരുന്നു, 149, 74. പക്ഷെ ഇപ്രാവശ്യം അവിടെ വേക്കൻസീസ് അവിടെ കുറഞ്ഞിട്ടുണ്ട്. ആ ഒരു സമയത്തും കേരളത്തിൽ എവിടെയും എക്സാമിനേഷൻ സെന്റർ ഉണ്ടായിരുന്നില്ല. ബാംഗ്ലൂരും അതേപോലെ ചെന്നൈയിലും മാത്രമാണ് ഉണ്ടായിരുന്നത്. കേരളത്തിൽ എവിടെയും ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് പറയുകയാണെന്നുണ്ടെങ്കിൽ ജൂനിയർ എഞ്ചിനീയർ മെക്കാനിക്കല്, ഓക്കെ, അതായത് കഴിഞ്ഞ പ്രാവശ്യം ജൂണിൽ നോട്ടിഫിക്കേഷൻ വന്നു. പിന്നെ ജൂലൈയിൽ എക്സാം കണ്ടക്ട് ചെയ്തു. അത് കഴിഞ്ഞ് എക്സാം കഴിഞ്ഞ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ഒക്ടോബറിൽ എന്ത് അവിടെ റാങ്ക് ലിസ്റ്റ് വന്നു, അല്ലെങ്കിൽ പ്രൊവിഷണൽ അപ്പോയിന്റഡ് സെലക്ടഡ് കാൻഡിഡേറ്റ്സിന്റെ കാര്യങ്ങൾ അവിടെ പറഞ്ഞു. വിച്ച് മീൻസ് ഇറ്റ്സ് എ സ്പീഡി പ്രോസസ്. ഓക്കെ, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ 5 മാസത്തോളം നിങ്ങൾ കംപ്ലീറ്റ് പ്രോസസ് അവിടെ കഴിഞ്ഞു. അതിലിപ്പോ മെക്കാനിക്കലിന്റെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ കട്ട് ഓഫ് അൺറിസർവ്ഡിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ 140 ആയിരുന്നു. 137, 139, 127, 117, 132, 92, 125 എന്ന രീതിയിലാണ് മെക്കാനിക്കലിന് വന്ന കട്ട് ഓഫ്. പിന്നെ സോറി, സിവിലിന്റെ കേസിലാണെന്നുണ്ടെങ്കിലോ
സിവിലിന്റെ കേസിലാണ് വന്നിരിക്കുന്നത് 152 കട്ട് ഓഫ് വന്നിട്ടുണ്ട്. അൺറിസർവ്ഡ് EWS 147, 149, 141, 132, PWD ഇങ്ങനെയാണ് കട്ട് ഓഫ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനിയിപ്പം ഇലക്ട്രിക്കലിന്റെ കേസിലാണെങ്കിലോ 144, 140, 142, 133, 119, PWD 93, 124, 108 എന്ന രീതിയിലാണ് കട്ട് ഓഫ് വന്നിട്ടുള്ളത്. അപ്പൊ ഇതിന്റെയൊക്കെ ഡോക്യുമെന്റ് വേണമെങ്കിൽ താഴെ പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്ത് വേണമെങ്കിൽ ഇത് റെഫർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇലക്ട്രോണിക്സ് വിളിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ 3 പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്: ഇലക്ട്രിക്കല്, മെക്കാനിക്കല്, സിവില്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൂടുതൽ വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.